Good morning, all. So, currently we are discussing through the second chapter of Industrial Management and Safety. Okay. So, first of all, we can go through the recap of the previous session. In the previous session, we have discussed about human resource management, its meaning and significance, and the various functions of HR. Okay. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കി, അത് കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ ഡിഫറെന്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. എന്തൊക്കെ ഫംഗ്ഷൻസ് ആയിരുന്നു? മാനേജറിയൽ ഫംഗ്ഷൻസ് ഉണ്ട്, ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ഉണ്ട്, അഡ്വൈസറി ഫംഗ്ഷൻസും ഉണ്ട്. അതിൽ മാനേജറിയൽ ഫംഗ്ഷൻസും ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസും പഠിക്കാൻ ഒരു ഷോർട്ട് കോഡ് കൂടി പറഞ്ഞു തന്നിരുന്നു. അഡ്വൈസറി ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? തേർഡ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതായത് ഇറ്റ് ഇസ് giving advice, okay, to the top management as well as the department heads. So ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. Okay, so today we are moving on to a next topic. It is manpower planning. So what do you mean by manpower? ഇത് manpower എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് അത്ര മാത്രമേ അത് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഒരു കമ്പനിയിൽ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ആൾക്കാരെ വേണം. So manpower planning. Manpower means human resources. Okay, human resource അല്ലെങ്കിൽ പേഴ്സണൽ എന്നൊക്കെയുള്ള മീനിങ് തന്നെയാണ് എന്തിനും വരുന്നത്? manpower എന്ന വേർഡിനും വരുന്നത്. So we can see how we are planning the manpower in an industry. Okay. So first of all, we can go through the meaning of this term manpower planning. It is the process which includes forecasting, developing and controlling, by which a firm ensures that it has the right number of people, the right kind of people, at the right place and at the right time. So ഈ manpower planning എന്ന് വെച്ചാൽ എന്താണ്? അത് ഒരു ഇൻഡസ്ട്രി പെർഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഒരു ഇൻഡസ്ട്രി പെർഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഫോർകാസ്റ്റിംഗ് ഉണ്ട്, മീൻസ് എന്താണ്? പ്രെഡിക്റ്റിംഗ് അബൌട്ട് ഫ്യൂച്ചർ. ഓക്കെ, ഡെവലപ്പിംഗ് ഉണ്ട്, അതുപോലെ എന്താണ്? കൺട്രോളിംഗും ഉണ്ട്. ഇത് എന്താണ് ഉറപ്പുവരുത്തുന്നത് ഈ മാൻ പവർ പ്ലാനിങ്ങിലൂടെ? ഒരു ജോലി ചെയ്യാൻ എത്ര ആൾക്കാരെ വേണം എന്നുള്ളത് ഇത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, അതുപോലെ പിന്നെന്ത് ഉറപ്പുവരുത്തുന്നുണ്ട്? ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ, അതായത് ഒരു ജോലി ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണോ ചെയ്യുന്നത് എന്ന കാര്യം എന്തുറപ്പ് വരുന്നുണ്ട്? മാൻ പവർ പ്ലാനിങ് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ എന്താണ്? കറക്റ്റ് സെക്ഷനിലാണോ ഈ പല പല ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെ കറക്റ്റ് സെക്ഷനുകളിലാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. അതുപോലെ കമ്പനിക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെയാണോ ഈ ആൾക്കാരെ എന്താണ് എടുത്തിരിക്കുന്നത് എന്ന കാര്യവും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മാൻ പവർ പ്ലാനിങ് എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ it is also known as personal planning or human resource planning. Manpower എന്ന വേർഡിന് വേറൊരു മീനിങ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ്. So this type of planning, the planning of manpower, is also known as personal planning or human resource planning. Okay, moving on. Next one, we are discussing about the different objectives of this manpower planning. So എന്തൊക്കെയാണ് ഈ മാൻ പവർ പ്ലാനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ മാൻ പവർ പ്ലാനിങ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഗോ ത്രൂ ദ ഫസ്റ്റ് പോയിന്റ്. ടു യൂട്ടിലൈസ് ദ പ്രസന്റ് എംപ്ലോയീസ് ഫുള്ളി, അതായത് ഇപ്പോൾ കമ്പനിയിൽ നിലവിലുള്ള എംപ്ലോയീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ടു ഫിൽ അപ്പ് ദ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെന്റ്സ്, അതായത് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ, മാൻ പവർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും റിക്വയർമെന്റ് വരുന്നു എന്നുണ്ടെങ്കിൽ അത് ഫില്ലപ്പ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ടു ചെക്ക് ദ ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസ് ഫോർ ദി ഓർഗനൈസേഷണൽ ഗ്രോത്ത്. നെക്സ്റ്റ് വൺ, ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ് ഇൻ ആൻ എഫിഷ്യൻറ്റ് വേ. സോ എന്തായിരിക്കും ഒരു ഓർഗനൈസേഷന്റെ ഗോൾ എന്ന് പറയുന്നത്? ഇപ്പൊ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഗോൾ എന്ന് പറയുന്നത്? To make profit. Okay, so this can be also said that to make profit in a most efficient manner. Okay, next one, to manage and utilize the resources properly and effectively. So ഒരു കമ്പനിയെ സംബന്ധിച്ച് എന്താണ്? പലതരം റിസോഴ്സുകളുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽസ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, മെഷീനറി ഉണ്ട്. ഓക്കെ, സോ this type of manpower planning helps in utilizing and managing these resources in a proper and effective manner. Okay,
So next we will discuss about the different characteristics of manpower planning. Characteristics എന്ന് വെച്ചാൽ എന്താണ്? The different features of manpower planning. Okay. So the first point is it is a future oriented. Okay. So നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ആവശ്യകതകൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കമ്പനിയിലെ മാൻ പവറിനെ പ്ലാൻ ചെയ്യേണ്ടത്. Okay. Next one, it is a continuous process. Next point, optimum utilization of human resources. Optimum means മറ്റൊരു വാക്ക് എന്താണ്? ഫേവറബിൾ. അതായത് നമ്മുടെ കമ്പനിയിലുള്ള ഹ്യൂമൻ റിസോഴ്സസിന്റെ ഉചിതമായ ഒരു ഉപയോഗം എന്തിലൂടെ സാധ്യമാകും? മാൻ പവർ പ്ലാനിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. So next we will discuss about the importance of manpower planning. Okay, ഈ manpower planning ന്റെ എന്താണ് പ്രാധാന്യം എന്താണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. The first point is it is the first step towards the manpower management. Manpower management എന്ന് വെച്ചാൽ എന്താണ്? Manpower എന്ന് വെച്ചാൽ it is also known as personnel or human resource. So manpower management means this is the first step to human resource management or HRM. Next one, it coordinates and controls the various activities in an organization. Next one, efficient and skilled labor can be maintained. So ഒരു കമ്പനിയിലുള്ള എന്താണ് വർക്കേഴ്സിനെ എഫിഷ്യൻ്റ് ആയിട്ടും അതുപോലെ എന്താണ് സ്കിൽഡ് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ this manpower planning plays a prominent role. Okay. Next one, higher productivity. So എന്താണ് ഒരു കമ്പനിയിലുള്ള വർക്ക് ഫോഴ്സ് എഫിഷ്യൻറ്റും സ്കിൽഡും ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? The productivity will be higher. So going to the next topic, the process of manpower planning. Okay. So ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു കമ്പനി, നമ്മളൊരു കമ്പനിയെ കൺസിഡർ ചെയ്യുക. ആ കമ്പനിയിൽ ഇപ്പോൾ ടോട്ടൽ 100 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. 100 പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി. ആ കമ്പനിയിൽ ശരിക്കും 150 ആൾക്കാരുടെ ജോലി ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 150 ആൾക്കാരുടെ ആവശ്യകതയുണ്ട്. പക്ഷെ 100 ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ എത്ര ആൾക്കാർ ഇനി അധികം വേണം അവർക്ക്? 50 ആൾക്കാരെ അധികം വേണം. സോ എന്ത് ചെയ്യാം ഈ കമ്പനിക്ക്? ഒന്നുകിൽ പുതിയതായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തി 50 ആൾക്കാരെ അവർക്ക് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതേ കമ്പനിയുടെ തന്നെ വേറെ ഏതെങ്കിലും യൂണിറ്റിൽ നിന്നും എന്ത് ചെയ്യാം, 50 ആൾക്കാരെ ഈ ഒരു യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? മാൻ പവർ ഷോർട്ടേജ് ആയ കേസാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമത് ഒരു കേസ് കൂടെ നോക്കാം. ഒരു കമ്പനിയിൽ ഒരു 75 ആൾക്കാർ വർക്ക് ചെയ്യുന്നു, 75 ആൾക്കാരുടെ ആവശ്യമേ ഒരു കമ്പനിയിലുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷേ ആ കമ്പനിയിൽ ഇപ്പോൾ എന്താണ് 100 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ എന്താ സംഭവിക്കുക? 25 ആൾക്കാർ അവിടെ എന്താണ് എക്സസ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? 75 ആൾക്കാരുടെ ജോലിയെ ആ ഒരു സെക്ഷനിലുള്ളൂ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലുള്ളൂ എങ്കിൽ എന്ത് ചെയ്യണം? ഈ 25 ആൾക്കാരെ വേറെ ഏതെങ്കിലും യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ ഇതേ കമ്പനിയുടെ തന്നെ വേറെ ഏതെങ്കിലും എന്താണ് ഫാക്ടറിയിലോട്ടോ എന്ത് ചെയ്യണം? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇങ്ങനെ നമ്മൾ നടത്തുന്ന ഒരു പ്ലാനിങ്ങിനെയാണ് എന്ത് പറയുന്നത്? മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് മാൻ പവർ പ്ലാനിങ്ങിലെ എന്താണ് പ്രോസസ്സ് എന്താണ് എന്നുള്ളത് ഒരു ഫ്ലോ ചാർട്ടിലൂടെ ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ പലതരം പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട് ഒരു ഓർഗനൈസേഷൻ. പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, പലതരം പ്ലാനിങ്ങുകളിൽ ഒരു പ്ലാനിങ് ആണ് എന്ത്? മാൻ പവർ പ്ലാനിങ്. സോ മാൻ പവർ പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പാരിസൺ ആണ്. ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട്, എത്ര ആൾക്കാരുടെ ആവശ്യമുണ്ട്, ഈ രണ്ടെണ്ണവും എന്ത് ചെയ്യും? കമ്പയർ ചെയ്തുകൊണ്ട് എത്ര ആൾക്കാരുടെ ഡെഫിഷ്യൻസി ഉണ്ട് അല്ലെങ്കിൽ എത്ര ആൾക്കാർ എക്സ്ട്രാ ഉണ്ട് എന്ന് കണ്ടുപിടിക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യും? തീരുമാനങ്ങൾ എടുക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു ഫ്ലോ ചാർട്ടിലൂടെ കാണിച്ചിരിക്കുന്നത്. സോ ദ കമ്മിങ് ഡൗൺ മാൻ പവർ പ്ലാനിങ്, റൈറ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി. ഇൻവെൻട്രി ഇറ്റ് ഇസ് എൻ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ടേം ആണ്. ഇൻവെൻട്രി എന്ന് പറയുന്നത്, ഇൻവെൻട്രി മീൻസ് ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് മൂവബിൾ ഗുഡ്സ് ഇൻ എ ഇൻഡസ്ട്രി. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് നീക്കം ചെയ്യാവുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യാവുന്ന ഗുഡ്സിന്റെ ആ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കമ്പനിയിൽ ഇപ്പോൾ നിലവിൽ എത്ര ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് എന്നതാണ് അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്.
ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കിയേ. ഫോർകാസ്റ്റിംഗ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്, അതായത് എത്ര ആൾക്കാരുടെ ആവശ്യമുണ്ട് എന്നുള്ളത് നോക്കും. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എത്ര ആൾക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കിട്ടി, എത്ര ആൾക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളതും മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? അതായത് എത്ര ആൾക്കാർ ഷോർട്ടേജ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ആൾക്കാർ എക്സസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന് നമ്മൾ ഗ്യാപ്പ് എന്നാണ് പറയുന്നത്, മാൻ പവർ ഗ്യാപ്പ് എന്ന് പറയും. സോ ബൈ കമ്പയറിംഗ് ദീസ് ടു we can identify the manpower gap. Okay, the manpower gap can be excess manpower or shortage of manpower. So whatever it may be, what will we do? We will go for action plans for bridging the gap. So ഈ ഒരു ഷോർട്ടേജോ ഈ ഒരു എക്സസോ മാറ്റാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. ഓക്കെ, സോ ഇത് ഈ ഒരു പ്രോസസ് ഓഫ് മാൻ പവർ പ്ലാനിങ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോണം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാൻ പവർ പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ്ങിനെ എന്താണ് ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 6 പോയിന്റ് ഉണ്ട്. വി കൻ ഡിസ്കസ് ഇറ്റ്. ഫസ്റ്റ് വൺ, വർക്കിംഗ് അവേഴ്സ്. ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി എത്ര നേരം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മാൻ പവർ പ്ലാനിങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ കമ്പനി എന്ത് ചെയ്യുന്നു? ഈ 8 മണിക്കൂർ എന്നുള്ളത് 10 മണിക്കൂറായിട്ട് മാറ്റുന്നു എന്ന് വിചാരിക്കുക. 10 മണിക്കൂർ ആക്കുകയാണെങ്കിൽ എന്താണ്? ജോലി സമയം കൂടുകയല്ലേ? അപ്പോൾ കൂടുതൽ ജോലി നടക്കില്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നുള്ളത് കുറയ്ക്കാമല്ലോ. നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റില്ലേ? സോ അതാണ് ഈ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? മാൻ പവർ പ്ലാനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ നമ്പർ ഓഫ് ഷിഫ്റ്റ്സ്. ഓക്കെ, ഇപ്പോൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ്? കമ്പനികളിൽ 8 മണിക്കൂർ ജോലിയാണ് ഉള്ളത്. സോ 8 മണിക്കൂർ ജോലിയാണെങ്കിൽ ഇപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ എത്ര ഷിഫ്റ്റ് കാണും? 3 ഷിഫ്റ്റുകൾ കാണില്ലേ? സോ എത്ര ഷിഫ്റ്റുകൾ ഉണ്ടോ അത് എന്തിനെ ബാധിക്കും? മാൻ പവർ പ്ലാനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്പർ ഓഫ് ഷിഫ്റ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ. ആ കമ്പനി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്ത് മെറ്റീരിയലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ നേച്ചറിനെയും എന്ത് ഡിപ്പെൻഡ് ചെയ്യും? മാൻ പവർ പ്ലാനിങ് ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് നോൺ ആസ് പ്രോഡക്റ്റ് മിക്സ്. ഓക്കെ, സോ ഇത് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ടേം ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രൊഡക്ഷൻ പ്രോഗ്രാം ബേസ്ഡ് ഓൺ ദ ഒപ്റ്റിമം പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് സെയിൽസ് ഫോർകാസ്റ്റ്. ഒപ്റ്റിമം പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി മീൻസ് എന്താണ്? ഫേവറബിൾ അല്ലെങ്കിൽ എന്താണ്? ആ കമ്പനിയുടെ ഇപ്പോഴുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളതാണ് ഈ ഒപ്റ്റിമം പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്നതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സെയിൽസ് ഫോർകാസ്റ്റ് മീൻസ് എന്താണ്? ഇനി ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു സെയിൽസ് ഓർഡർ. ഓക്കെ, അതും നമ്മുടെ ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ബേസ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ പ്രോഗ്രാമിനെയാണ് എന്ത് പറയുന്നത്? പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ഒരു കമ്പനി നിങ്ങൾ സങ്കല്പിക്കുക. അവിടെ 10 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, 10 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ ഓരോരുത്തരും 10 പ്രോഡക്റ്റ് വെച്ച് നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കുക. 10 പേരുള്ള കമ്പനിയാണ്, ഓരോരുത്തരും 10 പ്രോഡക്റ്റ് വെച്ച് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു ദിവസം എത്ര പ്രോഡക്റ്റ് നിർമ്മിക്കും? ടോട്ടൽ 100 പ്രോഡക്റ്റ് അവർ നിർമ്മിക്കും ഇല്ലേ? ഒരാൾ 10 പ്രോഡക്റ്റ് വെച്ച് 10 പേര് 100 പ്രോഡക്റ്റ് നിർമ്മിക്കും. സോ ഈ കമ്പനിക്ക് ഒരു സെയിൽസ് ഓർഡർ കിട്ടുന്നു എന്ന് വിചാരിക്കുക. 1000 പ്രോഡക്ട്സ് കൊടുക്കണം. 1000 പ്രോഡക്ട്സിന്റെ ഒരു സെയിൽസ് ഓർഡർ ഈ കമ്പനിക്ക് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കും ഇത് നിർമ്മിച്ചു കഴിയാൻ? ദിവസം 100 എണ്ണം നിർമ്മിക്കും. സോ 1000 ആയതുകൊണ്ട് എത്ര ദിവസം വേണം? 10 ദിവസം കൊണ്ട് ഇവർക്ക് ഈ ഓർഡർ സപ്ലൈ ചെയ്യാനൊക്കെ. ഓക്കെ, പക്ഷേ ഈ ഓർഡർ കൊടുത്ത ആൾ പറയുകയാണ് എനിക്കിത് 5 ദിവസം കൊണ്ട് വേണം, എന്ന് പറയുകയാണെന്ന് ഇരിക്കട്ടെ. സോ ഇപ്പോഴത്തെ കമ്പനിയുടെ കപ്പാസിറ്റി എത്രയാണ്? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 100 പ്രോഡക്ട്സ് പെർ ഡേ ആണ്. സെയിൽസ് ഓർഡർ എന്താണ്? 1000 പ്രോഡക്ട്സ് ആണ് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഈ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എങ്ങനെ കൂട്ടാൻ നോക്കും? ഇപ്പോൾ 10 പേരല്ലേ ജോലി ചെയ്യുന്നത്, ഒരു 10 ആൾക്കാരെ കൂടെ നമ്മൾ ഈ കമ്പനിയിലേക്ക് ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ അപ്പോൾ ടോട്ടൽ എത്ര ആൾക്കാരായി? 20 പേരായി. ഓരോരുത്തരും എത്ര പ്രോഡക്റ്റ് വെച്ചുണ്ടാക്കും? 10 പ്രോഡക്റ്റ് വെച്ചുണ്ടാക്കും. സോ ഒരു ദിവസം എത്ര പ്രോഡക്റ്റ് ഉണ്ടാകും? 200 പ്രോഡക്റ്റ് ഉണ്ടാകും.
സോ അപ്പോൾ ഈ 1000 പ്രോഡക്റ്റിന്റെ ഓർഡർ സപ്ലൈ ചെയ്യാൻ അവർക്ക് എത്ര ദിവസം വേണ്ടി വരും? 5 ദിവസം മതിയാകില്ലേ? സോ ഈ ഒരു പ്രോഡക്റ്റ് മിക്സ് കൂടി എന്തിനെ അഫക്റ്റ് ചെയ്യും? മാൻ പവർ പ്ലാനിങ്. ദ നമ്പർ ഓഫ് ഇൻടേക്ക് ടു ആൻ ഇൻഡസ്ട്രി, ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ പ്രോഡക്റ്റ് മിക്സ് ഓഫ് ദി ഇൻഡസ്ട്രി. ഓക്കെ. നെക്സ്റ്റ് വൺ, പെർഫോമൻസ് റേറ്റ്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പെർഫോമൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആൾക്കാരുടെ എണ്ണം സ്വാഭാവികമായിട്ടും കുറയും. കാര്യം ഉള്ള ആൾക്കാരെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഒരു കമ്പനിയിൽ പെർഫോമൻസ് കുറവുള്ള എംപ്ലോയീസ് ആണ് എല്ലാവരും എങ്കിലോ ഓട്ടോമാറ്റിക്കലി എന്താണ്? അവിടുത്തെ ജോലികളൊന്നും പെട്ടെന്ന് തീരില്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വീണ്ടും ആളെ എടുക്കേണ്ടി വരും. നെക്സ്റ്റ് വൺ, ദ അവേഴ്സ് ലോസ്റ്റ്. അതായത് ദ വർക്കിംഗ് അവേഴ്സ് ലോസ്റ്റ് എന്ന് വേണേലും പറയാം. അതായത് നമ്മളൊരു കമ്പനിയിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് ഡിലേകൾ വരാം. ഡിലേ വരുന്ന എന്തൊക്കെ കാര്യം കൊണ്ട് വരാം? എന്തെങ്കിലും മെറ്റീരിയൽസ് കറക്റ്റ് സമയത്ത് എത്താത്തത് കൊണ്ട് ഡിലേ വരാം. അല്ലെങ്കിൽ എന്താണ്? എന്തെങ്കിലും മെഷീൻ ഷട്ട് ഡൗൺ ആയിപ്പോയി പിന്നീട് അത് റീസ്റ്റാർട്ടായി വരാൻ ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്ത് വരാം? പവർ ഔട്ടേജ് കാരണം ഡിലേ വരാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം എന്ത് സംഭവിക്കും? വർക്കിംഗ് അവേഴ്സ്, പ്രൊഡക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് കുറവായിരിക്കും. നമുക്ക് ഒരുപാട് മണിക്കൂറുകൾ നഷ്ടപ്പെട്ടു പോകും. സോ ഇങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം കൊണ്ട് നമുക്ക് ഇത്രയും ഈ ഒരു ഓർഡർ സപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി പുതിയ ആൾക്കാരെ വീണ്ടും ഈ യൂണിറ്റിലേക്ക് എടുത്താലല്ലേ വെക്കൂ. സോ ഇത്രയും ഫാക്ടേഴ്സ് ആണ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നത്? മാൻ പവർ പ്ലാനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് വർക്കിംഗ് അവേഴ്സ്, ദ നമ്പർ ഓഫ് ഷിഫ്റ്റ്സ്, നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ, പ്രോഡക്റ്റ് മിക്സ്, പെർഫോമൻസ് റേറ്റ് ആൻഡ് ദി അവേഴ്സ് ലോസ്റ്റ്. Okay, so we are going to the first quiz question. So you have 20 seconds time. You can find the answer now, and at the end of the video you can comment the two answers, the answer of the quiz 1 and answer of quiz 2 in the YouTube comment section. Okay, so your question is, what is the name of the meeting between the HR manager and the union leaders before the implementation of new rules and regulations in an industry? അതായത് ഒരു ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് റൂൾസും റെഗുലേഷൻസും കൊണ്ടുവരുന്നതിന് മുന്നേ എന്ത് ചെയ്യും? HR മാനേജറും അവിടുത്തെ യൂണിയൻ ലീഡേഴ്സുമായിട്ടോ അല്ലെങ്കിൽ യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ടോ ഒരു മീറ്റിംഗ് വെക്കും. ഈ മീറ്റിങ്ങിന് എന്താണ് പറയുന്നത്? യുവർ ഓപ്ഷൻസ് ആർ കളക്റ്റീവ് ബാർഗെയിനിങ്, ജോയിന്റ് കൺസൾട്ടേഷൻ, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ആൻഡ് നൺ ഓഫ് ദീസ്. സോ യു ഹാവ് 20 seconds time. Your time starts now. Okay, time up. So we are moving on to the next topic. It is job analysis. So first of all, we can see what a job is. Okay, it involves all duties, responsibilities, functions, etc. assigned to an employee. ഓക്കെ, അതായത് ഒരു എംപ്ലോയിയെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള ഫങ്ഷൻസും ഇതിനെല്ലാം കൂടെ നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്നൊരു വേർഡാണ് എന്ത്? ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ഒരു ജോബ് അനാലിസിസ് നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു ജോബ് അനാലിസിസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മുടെ കമ്പനിയിലുള്ള ഒരു ജോലിയുടെ സ്വഭാവം എന്താണ്? ഓക്കെ, ആ ജോലിയുടെ പ്രത്യേകതകൾ എന്താണ്? ആ ജോലിയുടെ സ്വഭാവം എന്താണ്? ആ ജോലി ചെയ്യേണ്ട ആളിന് എന്തൊക്കെ ഗുണഗണങ്ങൾ ആവശ്യമുണ്ട്? ആ ജോലി ചെയ്യേണ്ട ആളിന് എന്തൊക്കെ കാര്യങ്ങളിൽ അറിവുണ്ടായിരിക്കണം? എന്തൊക്കെ സ്കിൽസ് അദ്ദേഹത്തിന് വേണം? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ത് വഴിയാണ്? ജോബ് അനാലിസിസ് വഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയിലുള്ള ഏതൊരു ജോബും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ അനലൈസ് ചെയ്ത് അതിൽ ആ ജോബിന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ, ആ ജോബിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടത്, ആ ജോലി ചെയ്യുന്ന ആളിന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ജോലിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, സോ നൗ വി can check what are involved in this job analysis. So job analysis involves, first one, it's developing a detailed description of the task involved in the job. So ഈ ഒരു ജോബിൽ ഇൻവോൾവ് ആയിട്ടുള്ള കംപ്ലീറ്റ് ടാസ്കിന്റെയും ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഈ ഒരു ജോബ് അനാലിസിസ് വഴി നമ്മൾ തയ്യാറാക്കുന്നു.
നെക്സ്റ്റ് വൺ, ഡിറ്റർമിനിങ് ദ റിലേഷൻഷിപ്പ് ഓഫ് എ ഗിവൺ ജോബ് ടു അതർ ജോബ്സ്. ഓക്കെ, നമ്മളിപ്പോൾ കമ്പനിയിലെ ഒരു ജോലി ഈ ഒരു ജോബ് അനാലിസിസ് നടത്താൻ വേണ്ടി സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ ഒരു ജോലിയും ആ കമ്പനിയിലുള്ള ബാക്കിയുള്ള ജോലിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഈ ജോബ് അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ascertaining the knowledge, skills and abilities necessary for the employee to successfully perform the job. സോ നമ്മളിപ്പോൾ ഒരു ജോലി ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്, എന്തിനാണ്? ജോബ് അനാലിസിസിന് വേണ്ടി. സോ ഈ ജോലി ചെയ്യേണ്ട ആളിന് എന്തൊക്കെ കാര്യങ്ങളിൽ അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യേണ്ട ആളിന് എന്തൊക്കെ സ്കിൽസും എബിലിറ്റീസും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യവും നമുക്ക് എന്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും? ജോബ് അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, so now we can consider the different elements of job analysis. Okay, so the job analysis has mainly two elements. They are, first one, the job description, and the second one, the job specification. So നമ്മൾ നമ്മുടെ കമ്പനിയിലെ ഒരു ജോലി എടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ അനലൈസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ അതിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും? മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് കിട്ടുന്നത്. എന്തൊക്കെയാണ്? ജോബ് ഡിസ്ക്രിപ്ഷനും കിട്ടും, ജോബ് സ്പെസിഫിക്കേഷനും കിട്ടും. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എബൌട്ട് ദ ജോബ്, ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അതായത് ആ ജോലി എവിടെയാണ് ചെയ്യുന്നത്, ആ ജോലി ചെയ്യുന്ന വർക്കിംഗ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ആ ജോലി ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട മെഷീനറി എന്തൊക്കെയാണ്, ആ ജോലി ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ടൂൾസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ അത് ഏതിലാണ് വരുന്നത്? ജോബ് ഡിസ്ക്രിപ്ഷനിലാണ് വരുന്നത്. ഓക്കെ, ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് ദ എംപ്ലോയി ഹു ഹാസ് ടു പെർഫോം ദ ജോബ്. അതായത് ഈ ജോലി ചെയ്യേണ്ട ഒരു എംപ്ലോയിക്ക് എന്തൊക്കെ ഗുണഗണങ്ങൾ വേണം, അതാണ് നമ്മൾ എന്തിലൂടെ മനസ്സിലാക്കുന്നത്? ജോബ് സ്പെസിഫിക്കേഷനിലൂടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ദ എലമെന്റ്സ് ഓഫ് ജോബ് അനാലിസിസ് ആർ, ഫസ്റ്റ് വൺ, ജോബ് ഡിസ്ക്രിപ്ഷൻ, and it is about the job, and second one is the job specification. It is about the employee who has to perform the job. Okay, so we can see each one in detail. So the job description, it is a written statement and it contains the purpose, the duties and responsibilities of the job. Okay, ഈ ജോലി എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഈ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ആക്കി എടുക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ജോബ് സ്പെസിഫിക്കേഷനിൽ എന്ത് പറയും? ഇറ്റ് സ്റ്റേറ്റ്സ് ദ മിനിമം ക്വാളിഫിക്കേഷൻസ് ദാറ്റ് എൻ എംപ്ലോയി മസ്റ്റ് പൊസസ് ടു പെർഫോം ദ ജോബ് എഫക്റ്റീവ്ലി. അതായത് ഒരു ജോലി വളരെ കാര്യക്ഷമമായി ചെയ്യണമെങ്കിൽ ഒരു എംപ്ലോയിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. ഇതിൽ എന്തൊക്കെ വരാം? അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരാം, അദ്ദേഹത്തിന്റെ സ്കിൽസ് വരാം, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വരാം. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ജോബ് സ്പെസിഫിക്കേഷനിൽ വരും. ബാക്കി ജോലിയുമായി സംബന്ധിച്ച ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഈ ജോലിയുടെ ടൈറ്റിൽ എന്താണ് എന്നുള്ളത്, അതുപോലെ ഈ ജോലി എവിടെയാണ് ചെയ്യേണ്ടത്, ഈ ജോലി ചെയ്യുന്ന വർക്കിംഗ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഈ ജോലി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെഷീനറി എന്തൊക്കെയാണ്, ടൂൾസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ. ദ മെത്തേഡ്സ് ഓഫ് ജോബ് അനാലിസിസ്. ഓക്കെ, നമ്മളിപ്പോൾ ജോബ് അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു, അതിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ് ഉള്ളതെന്നും പറഞ്ഞു. രണ്ട് എലമെന്റ്സ് ഉണ്ട്, ഏതൊക്കെയാണ്? ജോബ് ഡിസ്ക്രിപ്ഷനും ഉണ്ട്, ജോബ് സ്പെസിഫിക്കേഷനും ഉണ്ട്. ഇനി നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ജോബ് അനാലിസിസ് എങ്ങനെ നടത്തുന്നു. ഓക്കെ, ഹൗ വി ആർ പെർഫോമിങ് ജോബ് അനാലിസിസ്, ദാറ്റ്സ് വി ആർ ഡിസ്കസിങ് ഇൻ ദിസ് സ്ലൈഡ്. സോ ദ ഫസ്റ്റ് വൺ, ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കമ്പനിയിൽ ചെല്ലുന്നു, അവിടെ എന്താണ്? ഒരു വർക്കർ വർക്ക് ചെയ്യുന്നു, ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇദ്ദേഹം ചെയ്യുന്ന വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യുന്നു. ഒബ്സർവ് ചെയ്തിട്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അദ്ദേഹം എന്തൊക്കെ മെഷീനറി ഉപയോഗിക്കുന്നു, അദ്ദേഹം എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കുന്നു, അദ്ദേഹത്തിന്റെ സ്കിൽസ് എന്തൊക്കെയാണ്, ഇതൊക്കെ വെറുതെ നമ്മൾ എന്താണ്? ഒബ്സർവേഷനിലൂടെ നമ്മൾ കണ്ടുപിടിച്ച് റെക്കോർഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ മെത്തേഡ്. ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ മെത്തേഡ് എന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിയിലെ ഒരു എംപ്ലോയിയെ നമ്മൾ വിളിച്ച് അദ്ദേഹത്തോട് എന്താണ്? ഒരു ഇന്റർവ്യൂ നടത്തുന്നു. നമുക്ക് അറിയേണ്ട പല കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് അതിനുള്ള ആൻസറുകൾ തരുന്നു. നമ്മൾ ഈ ആൻസറുകളെല്ലാം റെക്കോർഡ് ചെയ്യുന്നു.
അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജോബ് അനാലിസിസ് ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ് വൺ, ഗ്രൂപ്പ് ഇന്റർവ്യൂ മെത്തേഡ്. So here a group of employees are interviewed and all the matters that are related to their job will be recorded. Okay. Next one, structured questionnaire method. നമ്മൾ ഈ സർവേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതായത് ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുക്കും. ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്താണ്, ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കും. സോ ഈ ക്വസ്റ്റ്യനെയർ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ജോബിനെ അനലൈസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനെയർ കൊണ്ടുചെല്ലുന്നു, ഈ ജോബ് ചെയ്യുന്ന എംപ്ലോയി ആരാണോ അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യും? ഇതെല്ലാം ആൻസർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. നമ്മൾ എന്ത് ചെയ്യും? നമ്മളിത് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ റെസ്പോൺസുകളെല്ലാം എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ജോബിനെ അനലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ടെക്നിക്കൽ കോൺഫറൻസ് മെത്തേഡ്. സോ എല്ലാ ഇൻഡസ്ട്രികളിലും സൂപ്പർവൈസേഴ്സ് എന്നൊരു പോസ്റ്റ് ഉണ്ട്. ഈ സൂപ്പർവൈസേഴ്സ് എന്താ ചെയ്യുന്നത്? ഈ ഓരോ വർക്കറും അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസും വർക്ക് ചെയ്യുന്നതിനെ അവരെന്താണ് മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം അവരെന്താണ് സൂപ്പർവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ടെക്നിക്കൽ കോൺഫറൻസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു ഏതെങ്കിലും ഒരു ജോബിനെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജോബുമായി ബന്ധപ്പെട്ട കുറേ സൂപ്പർവൈസേഴ്സിനെ നമ്മൾ വിളിക്കുന്നു. അവരെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നു? ഒരു കോൺഫറൻസ് സെറ്റപ്പ് ചെയ്യുന്നു. ഓക്കെ. വി ആർ സെറ്റിംഗ് അപ്പ് എ technical conference with the supervisors. Okay. And they will share their knowledge, and then what we do, we will record their responses, and then in that manner we can analyze a job. Next one, diary method. നമ്മൾ പലരും രാത്രി ഡയറി എഴുതുന്ന ശീലമുള്ള ആൾക്കാർ കാണും. ഈ ഡയറിയിൽ നമ്മൾ എന്താ എഴുതുന്നത്? ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം രാത്രി നമ്മൾ ഡയറിയിൽ കുറിച്ച് വയ്ക്കും. സോ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ എംപ്ലോയീസിനും നമുക്കിപ്പോൾ ഏത് ജോബാണോ അനലൈസ് ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എംപ്ലോയീസിന് നമ്മളൊരു ഡയറി കൊടുക്കും. ഡയറി അല്ലെങ്കിൽ ഒരു റെക്കോർഡ് കൊടുക്കും. അദ്ദേഹം എന്ത് ചെയ്യും? ഓരോ ദിവസവും വൈകിട്ട് പോകുന്നതിന് മുമ്പായി അന്നത്തെ ദിവസം അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ജോബ് റിലേറ്റഡ് ആയിട്ട് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു റെക്കോർഡിൽ എഴുതി വയ്ക്കും. നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം? ഈ റെക്കോർഡ് എടുക്കാം, റെഫർ ചെയ്യാം, ആ ഒരു ജോബിനെ അനലൈസ് ചെയ്യാം. സോ ഈ ഒരു 6 മെത്തേഡുകളാണ് ജോബ് അനാലിസിസിനായിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ മെത്തേഡ്, നെക്സ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ മെത്തേഡ്, നെക്സ്റ്റ് ഗ്രൂപ്പ് ഇന്റർവ്യൂ മെത്തേഡ്, നെക്സ്റ്റ് വൺ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്, ടെക്നിക്കൽ കോൺഫറൻസ് മെത്തേഡ്, ആൻഡ് ലാസ്റ്റ് വൺ ഡയറി മെത്തേഡ്. ഓക്കെ, മൂവിങ് ഓൺ. So next we will discuss about the uses of job analysis. So നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടു? ജോബ് അനാലിസിസ് എന്താണെന്ന് പഠിച്ചു, ജോബ് അനാലിസിസിനകത്തുള്ള എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ജോബ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് പഠിച്ചു? ഈ ജോബ് അനാലിസിസ് എങ്ങനെ ചെയ്യാം എന്ന് പഠിച്ചു. 6 മെത്തേഡുകളുണ്ട്. ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഇത് എന്തിനാണ് നമ്മൾ ഈ ജോബ് അനാലിസിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ജോബ് അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ ഓൾസോ വി ആർ ഗോയിങ് ത്രൂ എ ഫ്ലോ ചാർട്ട്. സോ ഇത് ജോബ് അനാലിസിസിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്? ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. ഒരു ജോബിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? ജോബ് ഡിസ്ക്രിപ്ഷനും കിട്ടും, ജോബ് സ്പെസിഫിക്കേഷനും കിട്ടും. സോ ഈ 2 കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാം? റിക്രൂട്ടിംഗ് ആൻഡ് സെലക്ഷൻ ഡിസിഷൻസ്. റിക്രൂട്ടിംഗ് സംബന്ധിച്ചും സെലക്ഷൻ സംബന്ധിച്ചുമുള്ള തീരുമാനങ്ങളൊക്കെ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനെയും ജോബ് സ്പെസിഫിക്കേഷനെയും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, പെർഫോമൻസ് അപ്രൈസൽ. അപ്രൈസൽ എന്ന വാക്കിന്റെ മീനിങ് എന്താണ്? മെഷർമെന്റ്, ഓക്കെ, ഓർ അസസ്മെന്റ്. സോ ഹിയർ വി ആർ അസസിങ് ഓർ മെഷറിംഗ് ദ പെർഫോമൻസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. നമുക്കിപ്പോൾ എന്താണ്, കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ജോലി എന്താണെന്ന് ആദ്യമേ നമുക്ക് അറിഞ്ഞാൽ മാത്രമല്ലേ അദ്ദേഹം ചെയ്യുന്നത് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമാണോ എന്ന് നമുക്ക് അറിയാൻ ഒക്കൂ. സോ നമുക്ക് ആദ്യം എന്തറിയണം? ആ ജോബിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിയണം. ആ ഒരു ജോലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, ആ ജോലി ചെയ്യുന്ന ആളിന് എന്തൊക്കെ കാര്യങ്ങളിൽ അറിവുണ്ടായിരിക്കണം, ആ ജോലി ചെയ്യുന്ന ആളിന് എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ആദ്യമേ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ നോക്കൂ? നമുക്ക് മറ്റൊരാളുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ നോക്കൂ. സോ before a performance appraisal we have to go for job analysis. Next one is job evaluation. Job evaluation നിങ്ങൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ജോബ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജോബിന് എത്ര സാലറി അല്ലെങ്കിൽ
എത്ര വേജ് കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ജോബ് ഇവാലുവേഷൻ വഴിയാണ്. സോ ദ കോമ്പൻസേഷൻ ഓർ റെമ്യൂണറേഷൻ ഫോർ എ ജോബ് ഈസ് ഫിക്സ്ഡ് ബൈ മീൻസ് ഓഫ് ജോബ് ഇവാലുവേഷൻ. സോ നമുക്കൊരു ജോലിയുടെ സാലറി ഫിക്സ് ചെയ്യണമെങ്കിലും ഈ ജോബ് അനാലിസിസ് ആദ്യം നടത്തിയിരിക്കണം. കാരണം ഒരു ജോലിയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കൂ, ആ ജോലിക്ക് എന്ത് കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ ഒക്കൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഹസാർഡസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അൺസേഫ് ആയിട്ടുള്ള ഡേഞ്ചറസ് സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് നമ്മൾ റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ കൊടുക്കും? റിസ്ക് അലവൻസ് നിശ്ചിത എമൗണ്ട് കൂടി കൊടുക്കും. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ചെയ്യുന്ന ജോലി റിസ്കി ആയതുകൊണ്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ജോലി റിസ്കി ആണോ അല്ലേന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ആ ജോലി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അനലൈസ് ചെയ്യണം. അതിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ജോലി എന്താണ്? റിസ്കി ആയിട്ടുള്ള ജോലിയാണ്. സോ ദാറ്റ് എംപ്ലോയി ഹാസ് ടു ബി ഗീവൺ സം റിസ്ക് അലവൻസ് along with his compensation. Okay. Next one, training. അതായത് ഓരോ ജോലിക്കും ഒരു ജോലി ചെയ്യുന്ന ആളിന് എന്തൊക്കെ കഴിവുകൾ വേണം, അല്ലെങ്കിൽ ഒരു ജോലിയുടെ സ്വഭാവം എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? ജോബ് അനാലിസിസ് എന്നാണ്. സോ ഒരു ജോലി എങ്ങനെയുള്ളതാണ്, അത് ചെയ്യുന്ന ആളിന് എന്തൊക്കെ കഴിവുകൾ വേണം, ഇതറിയാമെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇത് ചെയ്യാൻ പോകുന്ന ഒരാളിന് ട്രെയിനിങ് കൊടുക്കാൻ ഒക്കൂ. ഓക്കെ. സോ അപ്പോൾ ട്രെയിനിങ്ങിന് മുമ്പും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ജോബ് അനാലിസിസ് ചെയ്തിരിക്കണം. So in our next coming classes we will discuss about performance appraisal, job evaluation and training. Okay. So before going to this performance appraisal or job evaluation or training, we have to go for, or we should do, job analysis at first. Okay. So moving to the second quiz. Your question is, which of the following is not a factor affecting manpower planning? താഴെ പറയുന്നവയിൽ manpower പ്ലാനിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ ഏതാണ്? ഓക്കെ. Your options are working hours, product mix, nature of production, none of these. Your time starts now. ഓക്കെ ഗൈസ്, ടൈം അപ്പ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളെ ഞാനൊന്ന് ഷോർട്ട് കട്ടോടെ ആക്കിയിട്ടുണ്ട്. ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാൻ പവർ പ്ലാനിങ്. ടോട്ടൽ 6 ഫാക്ടേഴ്സ് ഉണ്ട്. അതിന് നമുക്ക് PN എന്നൊരു കോഡ് ഉപയോഗിച്ച് ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും. 2 times PN ഹോംവർക്ക് എന്ന രീതിയിൽ പഠിച്ചാൽ മതി. PN എന്ന് പറഞ്ഞാൽ എന്താണ്? PN ജംഗ്ഷൻ ഡയോഡിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് പവർ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്ന PN എന്താണ് 4 ലെയർ ഡിവൈസ് ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്? SCR അല്ലെങ്കിൽ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ. സോ നിങ്ങൾ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ടെക്നിക്കൽ സബ്ജക്റ്റിലെ ടേംസുമായിട്ട് ഇതുപോലുള്ളൊരു തിയറി സബ്ജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ഓക്കെ. So going to the next shortcut, the methods of job analysis. So the shortcut that I have created is DIO GST. DIO means digital input output. GST നിങ്ങൾക്ക് എല്ലാം അറിയാം, it's a type of tax, goods and service tax. Okay. So ഈ രീതിയിൽ ഷോർട്ട് കട്ട് ആക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ. മാക്സിമം കഴിയുന്നത്ര ഷോർട്ട് കട്ടുകൾ നിങ്ങൾ പഠിപ്പിക്കുന്നതിനകത്ത് നിന്ന് ഞാൻ തന്നെ റെഡിയാക്കി തരാം. നിങ്ങൾക്ക് ഇതല്ലാതെ ഏതെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതി വേണം ഈ ഒരു സബ്ജക്റ്റിൽ അവലംബിക്കാൻ. ഓക്കെ. സോ വി ആർ വൈൻഡിങ് അപ്പ് ടുഡേസ് സെഷൻ. Thank you all. Stay safe.